ഞാൻ വേറൊരു മെസ്സേജാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ ഇന്ന് പകൽ ദിവസത്തിൽ അല്പനേരം ഇരുന്നപ്പോൾ ദൈവം എൻ്റെ മെസ്സേജ് വേറൊരു ഭാഗത്തിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ പകുതി സിസ്റ്റർ എന്നെ അവരുടെ പ്രസംഗിച്ച് കഴിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായത് ദൈവം നിയോഗമാണെന്ന്. ഇംഗ്ലീഷിൽ അതിൻ്റെ ടൈറ്റിൽ പറഞ്ഞാൽ ബ്ലെസ്ഡ് ടു ബി എ ബ്ലെസ്സിംഗ്, അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. യോസഫിന്റെ കാര്യം സിസ്റ്റർ എലീന നമ്മുടെ മുമ്പിൽ പറഞ്ഞു. യോസഫിന്റെ ജീവിതത്തിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടത് ചിലരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി. അപ്പൊ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തത്, നമ്മളിപ്പോ പറയുക ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ അതിന് പിന്നിലൊരു കാരണമുണ്ട്, കർത്താവിന് ഉദ്ദേശമുണ്ട്. നമ്മളെ തന്നെ ബ്ലെസ്ഡ് ആയ വ്യക്തികൾ, അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് വിളിച്ചാൽ അത് പിന്നിൽ കർത്താവിന്റെ ഒരു ആഗ്രഹം നമ്മൾ വേറെ ഉള്ളവർക്ക് അനുഗ്രഹമായി തീരണം. നമുക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചത്, നമ്മളിൽ മുഖാന്തരം നമുക്ക് ലഭിച്ച ആ അനുഗ്രഹം മൾട്ടിപ്ലൈ ചെയ്ത് മറ്റു വ്യക്തികളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ മൈക്കിൾ കൂടെ സിസ്റ്റർ വായിക്കുന്നതായിരിക്കും. ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഈ വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചത് യോസേഫിനെ കർത്താവ് എങ്ങനെ അനുഗ്രഹിച്ചു, എങ്ങനെ താൻ ഒരു അനുഗ്രഹ പാത്രമായി തീർന്നു എന്ന ഈ വചനങ്ങൾ നമ്മൾ വായിച്ചത്. യോസേഫിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവർ ചുരുക്കം. ആ രീതിയിൽ കർത്താവ് ഈ യോസേഫിനെ അനുഗ്രഹിച്ചു. വേറെ രീതിയിൽ പറഞ്ഞാൽ യോസേഫിന് ലഭിച്ച അനുഗ്രഹം എല്ലാ ദൈവമക്കളുടെയും ഒരു സ്വപ്നമാണ്. എല്ലാവർക്കും ഒരു വലിയ ആഗ്രഹം, കർത്താവേ എന്നെയും ഇങ്ങനെ അനുഗ്രഹിക്കണം. ഈ 6 വാക്യങ്ങളിൽ യോസേഫിന് ദൈവവും മനുഷ്യനും 9 സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഈ 6 വാക്യങ്ങളും ദൈവവും മനുഷ്യനും ചേർന്ന് യോസേഫിന് എത്ര സർട്ടിഫിക്കറ്റാ? 9 സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. അത് എല്ലാ സർട്ടിഫിക്കറ്റും ഇന്ന് നമുക്ക് കവർ ചെയ്യുവാൻ പറ്റത്തില്ല. ഞാൻ കുറെ പ്രസംഗിക്കുമ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇന്ന് പ്രസംഗിക്കുമ്പം ലാപ്ടോപ്പ് വെച്ചിട്ട് കുറച്ച് പോയിന്റ്സ് എഴുതി നമുക്ക് ഇങ്ങനെ പോകാമെങ്കിൽ ഒന്ന് പഠിക്കാൻ ഈസി ആയിരിക്കും. അതൊരു ഷൈൻ ആ കാര്യത്തിൽ നമ്മൾ സഹായിക്കും. 2ാം വാക്യം ഒന്നുകൂടെ വായിക്കാം സിസ്റ്റർ. യഹോവ യോസേഫിന്റെ കൂടെ യഹോവ, ആദ്യത്തെ സർട്ടിഫിക്കറ്റിന്റെ പേര് The Lord was with Joseph. യഹോവ യോസേഫിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ്. ഒരു സ്റ്റുഡന്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിച്ച കോഴ്സ് കഴിയുമ്പോൾ അവസാനം അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് തെളിവ ആ സ്റ്റുഡന്റ് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതായ ഒരു തെളിവ്. പ്രൂഫ്.
അതിനെന്താ തെളിവ്? വാട്ട് ഈസ് ദ പ്രൂഫ്? നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗസ്റ്റ് സ്പീക്കറായി അല്ലെങ്കിൽ ഗസ്റ്റ് പ്രീച്ചറായി ഒരു സ്ഥലത്ത് പോയാൽ ഇവിടെ വന്നാൽ അവരുടെ ദൈവം നൽകിയ ഒരു 100 പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് നമ്മൾ സ്ഥിരമായ കാര്യത്തിനും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പോകുന്നു. കാരണം ഞാൻ പറഞ്ഞത് അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പൊ നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളും തീർച്ചയായിട്ടും അനുഗ്രഹിക്കുവാൻ ഉത്സാഹിക്കണം. അപ്പൊ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് ലോർഡ് വാസ് വിത്ത് ജോസഫ്. കർത്താവ് ദൈവം യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ തെളിവ്? പറഞ്ഞു. നോ റോങ് ആൻസർ, നോ റൈറ്റ് ആൻസർ. എന്താ മണ്ടയ്ക്ക്? യെസ്. എന്താ തെളിവ്? അങ്ങനെ 3 കാര്യങ്ങൾ സിസ്റ്റർ എബിന പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവൻ വന്ന വഴികൾ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ ഏറ്റവും വലിയ. അവൻ വന്ന വഴികൾ അവൻ പറയാ കർത്താവിന്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെട്ട എന്റെ പിന്നിൽ എനിക്കൊരു സാക്ഷ്യമുണ്ട്. എന്നെ വഴി നടത്തിയ ഒരു ദൈവമുണ്ട്. അസാധ്യമായ വിഷയങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കരമുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു നാമമുണ്ട്, ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ കൂടെ ഉണ്ട്. അപ്പൊ യോസേഫ് ധൈര്യമായിട്ട് പറയാം, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. എന്താ തെളിവ്? യോസേഫേ, അവൻ വന്ന വഴികൾ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വന്ന വഴികൾ ആരും മറക്കരുത്. ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കും. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചർച്ചയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാക്യം പറയുന്ന പോലെ വാക്യം പറയാൻ നിൽക്കുമ്പോ ആദ്യം എന്റെ കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകി വന്ന് കാലൊക്കെ ഇങ്ങനെ വിളയ്ക്കും. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് മൈക്ക് പിടിച്ച് ശുശ്രൂഷിക്കുവാൻ നൽകിയത് അവർക്ക് കൃപ മാത്രമാണ്. അതിന് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ പറയും, വന്ന വഴികൾ നടക്കും. പറഞ്ഞ വന്ന വഴികൾ ഒന്നോത്തിടുമ്പോ ഇന്നയോളം നടത്തിയ വന്ന വഴികൾ ഒന്നോത്തിടുമ്പോ ഇന്നയോളം നടത്തിയ കർത്താവ് യോസേഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. തന്റെ സഹോദരങ്ങൾ തല്ലി കളഞ്ഞപ്പോ തന്നെ ഒരു സ്ലേവായി ചെലവ് മേടിച്ചപ്പോ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോ താൻ ജയിലിൽ കിടക്കുമ്പോ ഓരോ വിഷയങ്ങളിലും തനിക്കൊരു കാര്യം അറിയാം, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. അപ്പൊ പോത്തിഫറിന്റെ വീട്ടിൽ മാത്രമല്ല ദൈവം എന്റെ കൂടെ, ഞാൻ പൊട്ടക്കുഴിയിൽ കിടന്നപ്പോഴും ഈ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് തന്റെ കോഴ്സിന്റെ തുടക്കമായിരുന്നു, തന്റെ ട്രെയിനിങ്ങിന്റെ തുടക്കമായിരുന്നു. അത് ഞാൻ പറഞ്ഞേ, നമ്മുടെ സാക്ഷ്യം, നമ്മുടെ തുടക്കം ഒരിക്കലും മറന്നുപോലെ. ഇന്ന് എത്ര വലിയ വീട്ടിൽ നമ്മൾ ജീവിച്ചാലും, എത്ര കൂടിയ ശമ്പളം മേടിച്ചാലും, എത്ര നല്ല വാഹനത്തിൽ കറങ്ങിയാലും, നടന്ന വഴികൾ മറന്നു പോകും, വന്ന വഴികൾ മറന്നു പോകും. കാരണം അത് നമ്മുടെ അനുഭവമാണ്, അത് നമ്മുടെ സാക്ഷ്യമാണ്. യോസേഫിനെ അനുഗ്രഹിച്ച ദൈവം നമ്മളോട് പറയുന്നു, യോസേഫിനെ ഞാൻ അനുഗ്രഹിച്ചത് അവൻ മറ്റവർക്ക് അനുഗ്രഹമായി തീരുവാനാണ്. വന്ന വഴികൾ മറക്കണം. ഒന്നാമത്തെ സർട്ടിഫിക്കറ്റിന്റെ പേരാ The Lord was with Joseph. ഓക്കെ സിസ്റ്റർ മുമ്പോട്ട് വായിച്ചു ആ വാക്യം തന്നെ.
ആ വാക്യം, രണ്ടാം വാക്യം. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. ഓക്കേ, അവൻ കൃതാർത്ഥനായി. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, he became a successful man. അവനൊരു സക്സസ്ഫുൾ മാൻ ആണ്. ആർക്കാ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹമില്ലാത്തത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ, നമുക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് സക്സസ് വേണം, എനിക്ക് ഉയർച്ച വേണം. അപ്പൊ യോസേഫിന്റെ ഉയർച്ച എന്താ? അവൻ ശ്രദ്ധിക്കണം, അവൻ എഴുതിയിരിക്കുന്നത് he became a successful man. അവൻ കൃതാർത്ഥനായി, സക്സസ്ഫുൾ ആയി. അവൻ സക്സസ്ഫുൾ ആകുമെന്നല്ല എഴുതിയിരിക്കുന്നത്. അവൻ പോത്തിഫറിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തുവാ? അവനൊരു സക്സസ്ഫുൾ പേഴ്സണാണ്. അവൻ പിന്നെ പ്രധാനമന്ത്രി ആയപ്പോഴാണ് സക്സസ് ആയത്, അതുകൊണ്ട്. പക്ഷെ ഇപ്പോ പോത്തിഫറിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ കർത്താവ് അവനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ സർട്ടിഫിക്കറ്റിന്റെ പേരാ യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. കുടുംബമായി, വീടായി, വാഹനമായി, അതെല്ലാം ആകുമ്പോൾ നമ്മൾ പറയും, ആ കർത്താവിനെ അനുഗ്രഹിച്ചു. ഇതൊക്കെ ലഭിക്കുന്ന മുമ്പേ കർത്താവ് നടത്തുന്ന വഴികളിൽ എല്ലാം ദൈവം എന്റെ കൂടെ ഉണ്ട് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ എനിക്ക് സക്സസ് ഉണ്ട്, അവിടെ എനിക്ക് ജയമുണ്ട്. ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. അപ്പൊ യോസേഫ് സക്സസ്ഫുൾ പേഴ്സൺ ആയത് അതിനൊരു കാരണമുണ്ട്. ഒറ്റ കിണറ്റിൽ നിന്ന് താൻ പോത്തിഫറിന്റെ വീട്ടിൽ വരെ എത്തി. ആ ചാപ്റ്ററും തന്റെ ഒരു സക്സസ്. നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ഇന്ത്യയിലെ കാര്യം പറയാം, 10ാം ക്ലാസ് എന്റെ കുഞ്ഞിന് ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് വേണം. പക്ഷെ 10ാം ക്ലാസ് വരെ എത്തണമെങ്കിൽ 1ഉം 2ഉം 3ഉം 4ഉം എല്ലാം ക്രോസ് ചെയ്യണം. ഇപ്പൊ പിന്നെ CBSE ഒരു റൂളുണ്ട്, 8ാം ക്ലാസ് വരെ കുഞ്ഞുങ്ങളെ ഫെയിലാക്കാൻ പറ്റത്തില്ല. നമ്മുടെ നിയമം ഉണ്ടായിരുന്നെങ്കിൽ 8ാം ക്ലാസ് വരെ കുഞ്ഞുങ്ങളെ ഫെയിലാക്കാൻ പറ്റത്തില്ല, CBSE റൂള്. പക്ഷെ 8ാം ക്ലാസ്സിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ ഉയർത്തില്ല. അപ്പൊ 1ഉം 2ഉം 3ഉം ഇങ്ങനെ ക്രോസ് ചെയ്ത് 10ലും 12 വരെ എത്തുന്നത്. അപ്പൊ യോസേഫ് പ്രധാനമന്ത്രി ഇനി ആരാൻ കിടക്കുന്നു. പക്ഷെ ഒറ്റ കിണറ്റിൽ നിന്ന് താൻ പോത്തിഫറിന്റെ വീട്ടിൽ എത്തിയത് തന്നെ അവനൊരു വിജയമാണ്, അവനൊരു സക്സസ്. സഹോദര സഹോദരി, നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ന്യൂസിലാൻഡ് അല്ല കേട്ടോ. നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ന്യൂസിലാൻഡ് അല്ല. നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ സ്വർഗമാണ്, നിത്യതയാണ്. ആ നിത്യതയിലേക്കുള്ള ഈ യാത്രയിൽ കർത്താവ് നാട്ടിൽ നിന്നോ ഗൾഫിൽ നിന്നോ ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ നിന്നോ ഈ ന്യൂസിലാൻഡിൽ കൊണ്ടുവന്നു. അതിനകത്ത് ഒരു വിജയത്തിന്റെ ഒരു സ്റ്റോറി കിടപ്പുണ്ട്, വിജയത്തിന്റെ ഒരു സ്റ്റോറി കിടപ്പുണ്ട്. കർത്താവിനോട് പറയുന്ന കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. The success that comes because of God's presence in our life becomes a testimony for it. So ഈ ലോകത്തിൽ വിശ്വാസികളെക്കാട്ടിലും ക്രിസ്ത്യാനികളെക്കാട്ടിലും സക്സസ്ഫുൾ ആയ ആൾക്കാരെ കൂടുതലുമാണ്. എത്ര അവന്റെ ലോകത്തിന്റെ രീതിയിൽ നോക്കിയ എത്ര സക്സസ്ഫുൾ ആൾക്കാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തേഴ്സ്ഡേ പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ പോയപ്പോ അവിടുത്തെ ഹോസ്റ്റ് പാസ്റ്റർ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഐ എം ഫ്രം ഇന്ത്യ. യെസ്. ഓ മാൻ, യു ഗൈസ് ഹാവ് സം അമേസിംഗ് ക്രിക്കറ്റേഴ്സ്. നിങ്ങൾക്ക് ഭയങ്കര നല്ല ക്രിക്കറ്റേഴ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ പാസ്റ്റർ എന്ന് പറയുക, കഴിഞ്ഞ ദിവസം 14 വയസ്സുള്ള ചക്ക അടിച്ച അടി കണ്ടായിരുന്നു. ഞാൻ കണ്ടു. എപ്പോഴാ? രാത്രി 2 മണിക്ക് നമ്മൾ അറിയാം. എന്റെ ലാസ്റ്റ് ഒരു വാക്യം പറഞ്ഞു, he is going to be successful cricketer. അവൻ ലോകത്തിന് സക്സസിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കിയപ്പോ ഒരു കാര്യം, പാകിസ്ഥാൻ മീഡിയ
14 വയസ്സുള്ള ചെറുക്കനെ കുറിച്ച് എന്തുവാ പറയുന്നത് കേൾക്കുവാൻ എനിക്കൊരു ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട്. പാകിസ്ഥാൻ മീഡിയ പറയുന്നത് 14 വയസ്സുള്ള ഈ ചെറുക്കൻ IPL സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി അടിച്ചു. അവന്റെ അപ്പനും അമ്മയ്ക്കും എല്ലാം തിന്മയായിരിക്കും. അപ്പൊ ലോകത്തിന്റെ സക്സസ് ഒരു ഡെഫിനേഷൻ ഉണ്ട്. നല്ല കാര്യം, നമ്മുടെ സക്സസ് എന്താണെന്ന് അറിയാമോ? എന്റെ ദൈവത്തിന്റെ കൂടെ ഉള്ളതാണ്. കാരണം നമുക്ക് പറയാനൊന്നുണ്ട്, എന്റെ ദൈവത്തിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, എന്റെ ദൈവത്തിനെ കൈ പിടിച്ചില്ലായിരുന്നെങ്കിൽ, എന്റെ ദൈവത്തിനെ കൈ വിട്ടു എന്നായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തത്തില്ല. ഞാൻ ന്യൂസിലാൻഡിൽ വന്ന കാര്യമല്ല പറഞ്ഞു കേട്ടോ. നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഈ ആയുസ് വരെ കൊണ്ടുവന്ന, ഈ ദിവസം വരെ കൊണ്ടുവന്നത് ഇത് നമുക്കൊരു സക്സസ് തന്നെയാ. എന്നാ തെരുവെന്നറിയാൻ പറഞ്ഞിട്ട് നമ്മളിവിടെ വരെ എത്തത്തിലെന്ന് ബാധിച്ച ചില ശക്തികളുണ്ട്. ഈ കുടുംബം ഇവിടെ വരെ ഒരിക്കലും വരത്തില്ല എന്ന് പറയുന്ന ചില ശക്തികളുണ്ട്. ഞാൻ ഓർക്കുന്ന വർഷങ്ങൾക്ക് മുമ്പേ, ഞാനിവിടെ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പേ എന്റെ ചെറുപ്പത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലായിരിക്കാം, ഞാൻ എന്റെ വീടിന്റെ രാത്രിയിൽ ഞങ്ങളുടെ വീടിന്റെ വെളി നിൽക്കുമ്പോ ഒരു വ്യക്തി, ഭീകരമായ ഒരു രൂപം, ഞാൻ ചെലവിലോട്ട് പോയി അത്ര മാത്രം പറഞ്ഞു, എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഡാഷ് പണിയുന്നതിന് വേണ്ടി ഈ പൈസ തരണം. ഒരു ചെറിയ ചേർക്കാൻ പപ്പായുടെ ഒന്നോട് പൈസ കഴിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനൊന്നും പൈസ തരാൻ എന്റെ അടുത്ത് പൈസ ഇല്ല. ഈ പുള്ളി അവിടെ നിന്നൊരു ശാപം എന്നോട്, നാളെ ഈ സമയം ഞാനിവിടെ തിരിച്ചു വരുമ്പോ നീ ജീവനോട് കാണത്തില്ല. അങ്ങനെ പറഞ്ഞ വ്യക്തി നിൽക്കുന്നു. അതിനൊരു സാക്ഷ്യമാണ്. എന്നാന്നറിയാമോ? ഇത് റെക്കോർഡ് ചെയ്യലേ, ഞങ്ങൾ 5-8. അപ്പൊ ഈ ലോകത്തിന് ചില സക്സസ്ഫുൾ വ്യക്തികളുണ്ട്. അവരെ കുറിച്ച് 2-3 ജനറേഷൻസ് സംസാരിക്കും. അല്ലെ, ഇപ്പൊ അംബാനിയുണ്ട്, അല്ലെങ്കിൽ വിരാട് കോഹ്ലിയുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്. ഇവരെ കുറിച്ച് 4-5 പീഡികളൊക്കെ ഇങ്ങനെ സംസാരിക്കും. യോസഫിനെ കുറിച്ച് നമ്മൾ ഇന്നും സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവന് ലഭിച്ച സക്സസ് ആരാ കൊടുത്തത്? കൂടെ ഉണ്ടായിരുന്ന നമ്മളെ കുറിച്ചും വരുന്ന ജനറേഷൻ നമ്മൾ ഇന്നും ചില പാട്ടുകളൊക്കെ പാടും, അത് ഹിസ്റ്ററിയൊക്കെ പറയും. ആ പാട്ട് എഴുതിയ വ്യക്തികളെ ഓർക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? അവരുടെ അനുഭവത്തിൽ അവർ എഴുതിയ പാട്ടുകൾ, അവരുടെ അനുഭവത്തിൽ അവർ എഴുതിയ പാട്ടുകളാണ്. അത് ചില പാട്ടൊക്കെ മരണവികളൊക്കെ ആയിരിക്കും പാടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നല്ലൊരു സിസ്റ്റർ ഒരാഴ്ച ചെയ്യുന്നത്, ആ പാട്ട് എഴുതിയ വ്യക്തി പറയുക, ആ പാട്ട് പാടിയ വ്യക്തി പറയുക, ഈ പാട്ട് എഴുതിയ വ്യക്തി ഈ പാട്ട് മരണവികൾ പാടാനല്ല എഴുതിയത്, ഈ പാട്ട് എഴുതിയ പ്രത്യാശയിൽ പാടാൻ. ആ പാട്ട് ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സാക്ഷ്യം. അപ്പൊ നമുക്ക് ദൈവം നൽകുന്ന ഈ സക്സസ് മറക്കല്, അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവർ. യോസേഫിനെ കുറിച്ചും ഇന്നും ഇവിടെ പ്രസംഗിക്കുന്നതിന് ഒരു കാരണമുണ്ട്. തന്നെ അനുഗ്രഹിച്ചത് കൂടെ ഉണ്ടായിരുന്ന ദൈവം. If we are on the way to God-given success, the proof is that despite all positives, we will also have many pains and challenges. ദൈവം നൽകുന്ന സക്സസിന് ഒരു ചെറിയ പ്രശ്നം എന്നറിയാമോ? അതിനകത്തും വഴി അത്ര ഈസിയല്ല. ചില പ്രയാസങ്ങൾ വരും, ചില നഷ്ടങ്ങൾ വരും, ചില ചാലഞ്ചസ് വരും, ചില വേദനകൾ വരും. യോസേഫേ, നീ ഇത് സക്സസ്ഫുൾ ആയിരിക്കണം, നല്ല കാര്യം. പക്ഷെ യോസേഫ് പറയും, എന്റെ സക്സസിനെ കുറിച്ച് നീ സംസാരിക്കുമ്പോ എന്റെ വേദനകൾ നീ മറന്നു പോകരുത്. എന്റെ സ്വന്തം സഹോദരങ്ങൾ ചേട്ടാ എനിക്ക് അച്ചാച്ചാ എന്ന് വിളിച്ച എന്റെ ഈ സഹോദരങ്ങൾ ഒരു ദിവസം എന്നെ പിടിച്ച് എന്റെ വസ്ത്രമൊക്കെ ഊരി എന്റെ ഒരു പൊട്ടക്കിരട്ടി, അത്രയും വലിയ വേദന. ഞാനിത്
ഈ കാര്യം ഞാൻ ഇങ്ങനെ പ്രസംഗം റെഡിയാക്കുമ്പോൾ ഈ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം റെഡിയാക്കുമ്പോൾ ദൈവാത്മാവിനോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കട്ടെ, സഹോദരങ്ങൾ, ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ സഹോദരികൾ വസ്തുവിന് വേണ്ടി വഴക്കുണ്ടാക്കല് കേട്ടോ, പണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കല്. ഹല്ലേലൂയ. കാരണം യോസേഫ് അവരെന്ന് പറയാം, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അപ്പനാണ്. ആ അപ്പന്റെ മക്കൾ എന്റെ സഹോദരങ്ങൾ എന്നെ എവിടെ ഇട്ടു? അതുകൊണ്ട് യോസേഫ് അവിടെ കിടന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ശത്രു, ഞാൻ എന്റെ ഭാവനയിൽ പറയാം, എന്റെ ശത്രുക്കളെ ഈ പൊട്ടക്കിടക്കാൻ പ്രശ്നമില്ല, എന്റെ അയൽവക്കക്കാരിട്ടായിരുന്നു എനിക്ക് പ്രശ്നമില്ല, എന്നെ ആരായിട്ടത് എന്റെ സഹോദരങ്ങൾ. ആ വേദന ചിന്തിക്കുക. ഞാൻ അപ്പോഴും അത്രയും വേദന ആ സഹോദരന് അവിടെ കിടന്നുണ്ട്. ഞാൻ എന്റെ മോർത്താവെന്ന് പറഞ്ഞത്, ഞാനും നമ്മളെല്ലാവരും കർത്താവ് നമുക്ക് സഹോദരങ്ങൾ സഹോദരികൾ കുടുംബത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ സ്നേഹത്തിലായിരിക്കും. ഒരു കാര്യങ്ങൾ ഉയർത്തി നിങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരികൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യാമോ? നിങ്ങൾ അപ്പന് അമ്മമാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാമോ? എന്താ വസ്തുവിന് വേണ്ടി പണത്തിന് വേണ്ടി അവർ വഴക്കുണ്ടാക്കലേ. മൂന്നാമത്തെ വാക്യം വായിക്കാം. ഇയാളുടെ യജമാനൻ പോത്തിഫർ ആരാണെന്നറിയാമോ? ഫറോയുടെ ഫിറോന്റെ ബോഡിഗാർഡിന്റെ ഹെഡാണ്. ഈ വ്യക്തി ഇംഗ്ലീഷിൽ പോത്തിഫർ saw that the Lord was with Joseph. ഈ വ്യക്തി ഫിറോന്റെ മൊത്തം ബോഡിഗാർഡിന്റെ ഹെഡാണ്. ഇങ്ങനത്തെ ബോഡിഗാർഡ്സിന്റെ ഹെഡിലൊക്കെ പവർ എന്താണെന്ന് അറിയാമോ? ഞാൻ യുഎഇ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പാർട്ട്ണർ ഖത്തറിന്റെ ഷെയ്ഖിന്റെ ബോഡിഗാർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്നു. ഞങ്ങളുടെ യുഎഇ കമ്പനിയിൽ യൂസഫ് എന്ന് പറഞ്ഞ പുള്ളിക്ക് ഒരു ഷെയറുണ്ടായിരുന്നു. He was one of the co-partners. ഖത്തറിന്റെ ഷെയ്ഖിന്റെ ബോഡിഗാർഡ്സിന്റെ ഹെഡാ. ഞാൻ എന്റെ ജീവിതത്തിൽ പാസ്പോർട്ട് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഈ വ്യക്തി എവിടെ പോയാലും പാസ്പോർട്ട് വേണ്ട, അത്രയ്ക്കും പവറാ. ഞാൻ പല പ്രാവശ്യം എയർപോർട്ടിൽ പിക്ക് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ നടന്നില്ല, പെട്ടിയില്ല, ഒന്നുമില്ല, ബാക്കി എല്ലാം പുറകെ വന്നോളൂ. അപ്പൊ ഞാനൊരു ദിവസം ഞാൻ വലിയ ഞാൻ അങ്കിളിന് അല്ലെ ക്യാൻസർ ഒക്കെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആയിരിക്കുമ്പോൾ ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി ഈ യൂസഫ് വന്നപ്പോൾ ഞങ്ങൾക്ക് കൈ പാസ്പോർട്ടും ഇല്ല, ഒന്നും. സർ, പാസ്പോർട്ട് I travel without passport. I don't need any passport. നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരുവൻ ആരാ? പോത്തിഫർ. ഖത്തറിന്റെ ശക്തിയെക്കാട്ടും പവർ അതൊക്കെ ഫിറോയ്ക്ക്. അങ്ങനെ ഈ ഫിറോൻ എന്താ കണ്ടത്? ഈ യോസേഫ് കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അതാണ് മൂന്നാമത്തെ വാക്യത്തിൽ വായിച്ചു വായിക്കാം. യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് അത് മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ്. മൂന്നാമത്തെ അപ്പൊ അതിനകത്ത് ചോദ്യം ഇല്ല. How did Potiphar see or realize? യോസേഫിന്റെ കൂടെ ഉണ്ടെന്ന് ഇവൻ എങ്ങനെ കണ്ടു? ഇവൻ എങ്ങനെയാണ്? ഉത്തരം പറയാം. യഹോവ യോസേഫിന്റെ കൂടെ ഉണ്ടെന്ന് പോത്തിഫർ അച്ചായൻ എങ്ങനെ മനസ്സിലായി? അവൻ ചെയ്യുന്നതൊക്കെ താഴെ എഴുതിയിട്ടുണ്ട്.
ചിന്തിച്ചത്, യോസേഫിന് ഒരു ജോലി ഏൽപ്പിച്ചപ്പോൾ ജോലി കല്ലുവല്ലി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞില്ല. അവൻ ജോലി ചെയ്തു. ചെയ്ത എല്ലാ ജോലിയും കംപ്ലൈന്റ് ഇല്ലാതെ ചെയ്തു, പിറുവിറുക്കാതെ ചെയ്തു. യജമാനൻ അത് കണ്ടപ്പോൾ സന്തോഷം. നേരത്തെ ഉള്ളവൻ ജോലി ചെയ്യുമ്പോൾ ജോലിയൊക്കെ ചെയ്യും, പക്ഷെ എപ്പോഴും കംപ്ലൈനിങ്. ഇവനൊരു കംപ്ലൈന്റും ഇല്ല. അവൻ ഇവനോട് ചിലപ്പോൾ ചോദിക്കും, ഇതൊക്കെ എന്താ വിഷമമില്ലാത്ത? അവൻ ഓർത്തിടും, എന്റെ കൂടെ നീ ഒരു ഹീബ്രു അല്ലേ? ഹീബ്രു. നിനക്ക് വിഷമമില്ല. നിങ്ങൾ നാളൊക്കെ വിട്ട് നിന്റെ അപ്പനെയും അമ്മയും നിന്റെ സഹോദരങ്ങളെല്ലാം വിട്ടവരെ വിഷമില്ല. അതിനെക്കാട്ടിലും വലിയ സന്തോഷം എനിക്കുണ്ട്, എന്റെ കൂടെ ദൈവം. അപ്പൊ ഈ വ്യക്തി, it was evident in Joseph's daily affair, behavior and nature. ഈ യോസേഫിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പോത്തിഫർ അറിയാൻ കാരണങ്ങൾ പലതുമുണ്ട്. എന്റെ ചിന്തയിൽ ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ഒരു കംപ്ലൈന്റും ഇല്ലാതെ ചെയ്യണമെന്ന്. രണ്ട്, തന്റെ ബിഹേവിയറിൽ അറിയാം, തന്റെ സംസാരത്തിൽ അറിയാം. നമ്മൾ ആരാ? We are the ambassadors of Jesus. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നമ്മൾ നിൽക്കുന്ന ഭവനത്തിൽ ജനങ്ങൾ നീ എന്താ വ്യത്യസ്തനായിരിക്കുന്നത് എന്ന് ചോദിക്കത്തക്ക രീതിയിൽ നമ്മുടെ സംസാരം അവർ ആകർഷിക്കണം. വായിൽ നാശമില്ലാത്ത ഒരു വാക്കും വരാതെ നമ്മൾ ദൈവം പൈതലാകുന്നു എന്ന് യോസേഫ് തെളിയിച്ചു. പോത്തിഫർ കണ്ടു, ഇവൻ ഒരു ഡിഫറന്റ് ആയ വ്യക്തി. നേരത്തുള്ളവരോട് എന്തോ പറഞ്ഞാലും നാല് മുഖം ഉണ്ടാക്കി കാണിച്ചേ ചെയ്തിട്ടുള്ളൂ, ഇവൻ ചിരിച്ചോടെ ചെയ്തിട്ടുള്ളൂ. ഇവന്റെ ഒരു വ്യത്യാസമുണ്ട്. സഹോദരാ, നീ എന്താ വ്യത്യസ്തനായിരിക്കുന്നത്? എന്റെ കൂടെ ദൈവമുണ്ട്. അപ്പൊ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് അനുഗ്രഹിക്കുവാനാകണം എങ്കിൽ ദൈവം ഏത് ജോലി ഏൽപ്പിച്ചോ സന്തോഷത്തോടെ ചെയ്യണം, നന്ദിയോടെ ചെയ്യണം, കംപ്ലൈന്റ് ഇല്ലാതെ ചെയ്യണം, ചിരിച്ചോണ്ട് ചെയ്യണം, ആനന്ദിച്ച് ചെയ്യണം. നമ്മുടെ നേച്ചർ, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടർ എപ്പോഴും പ്രദർശിപ്പിക്കണം. I am a blessed child of God. ദൈവത്തെ സ്ഥാപിച്ച ഒരു പൈതലാകുന്നു എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ നമ്മൾ ആയിരിക്കേണ്ടതായിരിക്കും. അതൊക്കെ ഈസിയല്ല, അതൊക്കെ ഈസിയാണ്. ചില സമയത്ത് സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും, നമുക്ക് ദുരിതം തോന്നും, അതെല്ലാം ഉണ്ടാകും. ശരിയാ, ഞാൻ ഉൾപ്പെടെ അത് ഈസി അല്ല. പക്ഷെ ഒന്ന് ശ്രമിക്കാം. ഇന്ന് മുതൽ ശ്രമിക്കാം. കർത്താവേ, ഞാൻ എന്തോ ചെയ്താലും കർത്താവിനെ സന്തോഷിക്കും. നമുക്ക് ഫിലിപ്പിയർ 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യമൊന്ന് വായിക്കും. എല്ലാവരും അറിയണം. കഴിഞ്ഞ ദിവസം സ്വാതി സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ വാക്യങ്ങൾ പറഞ്ഞത് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:6-7. ഇതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കട്ടെ. ആ വാക്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, പക്ഷെ നമ്മുടെ സകല ആവശ്യങ്ങളും അല്ല with prayer and supplication with thanksgiving let your request be made over to God. അത് പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ അവിടെ വരെ അപ്പോസ്തലൻ എത്തിക്കുന്നത് 5-ാം വാക്യം മുതൽ. 5-ാം വാക്യം വായിക്കണം. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ചർച്ച അറിയപ്പെടുന്ന മാത്രമല്ല സകല മനുഷ്യരും അറിയട്ടെ. എന്താ കാരണം? വായിച്ചോ. കർത്താവ് വരുവാൻ. Let your gentleness be known to everyone. The Lord is near. ആ വാക്യം ഞാൻ ശ്രദ്ധിച്ചു. അതിന് വന്നിട്ട് താൻ പ്രാർത്ഥനയെ കുറിച്ചും ഇതൊക്കെ പറയണം. ശ്രദ്ധിക്കണം. നമ്മുടെ സൗമ്യത സകലരും അറിയണം. യോസേഫിന്റെ സൗമ്യത പോത്തിഫർ അറിഞ്ഞു. പോത്തിഫർ
നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ല കേട്ടോ. നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല കേട്ടോ. നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന കർത്താവ്. അതുകൊണ്ട് ഈ കർത്താവിനെ നമ്മൾ ലോകം അറിയണം. ലോകം നമ്മളോട് ചോദിക്കണം, സഹോദര നിന്റെ സൗമ്യതയ്ക്ക് എന്താ കാരണം? What is the reason for your gentleness? അപ്പൊ അങ്ങനെ നിന്റെ സൗമ്യത എല്ലാവരും കർത്താവിന്റെ വരവ്. ഓക്കെ, ഇംഗ്ലീഷിൽ Lord is near. അതിന് രണ്ട് റീസൺ ഉണ്ട്. മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് രണ്ട് റീസൺ. ഒന്ന്, let your gentleness be known to everyone. നിന്റെ സൗമ്യത എല്ലാവരും അറിയട്ടെ. എന്താ കാരണം? കർത്താവിന്റെ അടുത്ത് നിൽപ്പുണ്ട്. The Lord is near you. ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെല്ലാവരും കർത്താവിന്റെ കണ്ണിന്റെ ഏതാ? കൃഷ്ണമണി. We are the apple of his eyes. നമ്മുടെ എതിരെ വെറുതെ ചൂണ്ടുന്ന സകലരും ആദ്യം കർത്താവ് അവരെ നോക്കും. അതുകൊണ്ട് നിങ്ങളുടെ എതിരെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. എന്റെ കർത്താവിന്റെ അരികെ ഉണ്ട്. എന്റെ കർത്താവ് കാണാതെ, എന്റെ കർത്താവിന് കൂടെ വരാതെ ഓരോ കാര്യവും എന്നെ തുടങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഏത് സാഹചര്യം വന്നാലും ഞാൻ സൗമ്യതയുള്ളവനായി. The Lord is with me. The Lord is near me. രണ്ടാമത്തെ കാര്യം, He is coming back. കർത്താവ് വരാൻ പോകുകയാണ്. അധികം നാളില്ലെന്നേ. എവിടെങ്കിലും ഒരു യുദ്ധം തുടങ്ങിയാൽ മതി. ലോകം ഏത് രീതിയിലൊക്കെ നമുക്ക് അറിയത്തില്ല. ഈ ലോകത്തെ മൊത്തം നശിക്കുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ന്യൂക്ലിയർ പവർ ഈ വേൾഡിൽ ഇപ്പം ഉണ്ട്. കർത്താവ് എപ്പോഴാണ് വരുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ സൗമ്യത നമ്മളെ പ്രിപ്പയർ ചെയ്യട്ടെ. Let our gentleness prepare us for the coming of the Lord. നമുക്ക് ബാക്കി കാര്യങ്ങൾ അത്യാവശ്യം. Another certificate, the Lord was with Joseph. Another certificate, he was a successful man. Another certificate, Potiphar realized that the Lord was with him. അതിനിടയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവർ വിട്ടുപോയി. കാരണം എല്ലാം കുറിച്ച് കേൾക്കുന്നുണ്ട്. അതിന്റെ രണ്ടാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കണം. മൂന്നാമത്തെ സർട്ടിഫിക്കറ്റിന്റെ പേര് he was in the house of Potiphar. മനസ്സിലായില്ലേ? പോത്തിഫർ ആരായിരുന്നു? ഫിറോന്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ബോഡി ഗാർഡ്സിന്റെ ഹെഡാ. കർത്താവ് ഈ ഹീബ്രു പയ്യനെ എടുത്തോണ്ട് എവിടെ കൊണ്ടായിട്ടത്? ഈ വലിയ പേരും വലിയ സ്ഥാനവും പോലെ ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ അതിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ കൊണ്ടിട്ടായിരുന്നെങ്കിൽ ആരും അറിയുമ്പോൾ യോസഫിനെ. ഇപ്പൊ ഈ പോത്തിഫറിന്റെ വീട്ടിൽ താൻ ഒരു സെർവന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, പിന്നെ താഴെ ഓവർസിയർ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആരെയും വലിയ ഗസ്റ്റ് ഒക്കെ ഈ പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് വലിയ കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഫിറോവന്റെ യാത്രയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അദ്ദേഹത്തിന് നൽകേണ്ട സെക്യൂരിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, ഇവരെല്ലാവരും വെറായിട്ടായി വലിയ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ഒരാൾ അവന് മുകളിൽ സൗമ്യത. അപ്പൊ അവരെ ചോദിക്കും, നിനക്ക് ഇവൻ എവിടെ കിട്ടി? ഇവൻ നിനക്ക് എവിടെ കിട്ടി? ഇവരുടെ മുഖത്തെന്തോ തേജസ്സാണ്. താഴെ എഴുതുന്നുണ്ട്, he was a very handsome fellow. അല്ലെ? ആറാം വാക്യത്തിൽ ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ടെന്ന് വായിച്ചോ. അവൻ ഇവനെ കാണുമ്പോൾ ബാക്കി എല്ലാവരും ചോദിക്കും, ഇവന് നിനക്ക് എവിടെ കിട്ടി? അത്രയ്ക്കും കോമലെന്നും ഹാൻഡ്സപ്പായിരുന്ന ഒരു വ്യക്തി. ചിലർ ചോദിച്ചു കാണും, ഇവൻ ഞങ്ങൾക്ക് തരാം, ഞങ്ങൾ എടുത്തോട്ടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയുണ്ട്,
വളർത്തി. കർത്താവ് ഈ യോസേഫിനെ കൊണ്ടുവന്നത് നാശത്തിലേക്കല്ല, പോത്തിഫറിന്റെ വീട്ടിലേക്ക്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൂടെ, വേദനകൾ കൂടെ ഇന്ന് കർത്താവ് നമ്മളെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കാരണമുണ്ട്. ഇവിടെ നിന്ന് ഒരു തുടക്കം നമുക്കുണ്ട്. ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മളെ ആരെയും നശിപ്പിക്കുവാൻ വേണ്ടി അല്ല കർത്താവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു പുതിയ സാക്ഷ്യമുണ്ട്. ഇവിടെ നമുക്കൊരു പുതിയ യാത്രയുണ്ട്. ഈ യോസേഫ് പറയാനൊരു സാക്ഷ്യമുണ്ട്. ഞാൻ ഇവിടെ എത്താൻ യോഗ്യനല്ല, പക്ഷെ ഈ പോത്തിഫറിന്റെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യനെന്ന് ഒരു കർത്താവ് എനിക്കില്ല. ഞാൻ നേരെ പറഞ്ഞതുപോലെ നമ്മുടെ ആരെയും എടുക്കല്ല കേട്ടോ, നമ്മുടെ ആരെയും കഴിവല്ല കേട്ടോ. നമുക്ക് അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകണമെങ്കിൽ ആദ്യ ചോദ്യം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ? കഴിവടയ്ക്കാം പ്രാർത്ഥിക്കാം. Is the Lord with me? ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ സക്സസ്ഫുൾ ആകുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടോ? കംപ്ലൈന്റ് ചെയ്തുകൊണ്ടല്ല, കർത്താവേ അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നു. You have brought me here. അങ്ങ് എനിക്ക് ഈ പദവി നൽകിയത്, അങ്ങ് എനിക്ക് ഈ പോത്തിഫറിന്റെ ഭവനം നൽകിയത്. കർത്താവേ, ഞാൻ ആക്സിഡന്റിൽ ഇവിടെ വന്നതല്ല. ഇന്ന് പിന്നിൽ കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ഉറപ്പായി ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ പോത്തിഫർ കണ്ട ഒരു കാര്യം, ഇവന്റെ കൂടെ ഇവന്റെ ദൈവം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ പാർക്കുന്ന സ്ഥലത്ത്, നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് നമുക്ക് ദൈവം ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളോട് വേണം. എന്നാൽ അറിയാമോ, നിങ്ങളുടെ സൗമ്യത സകലരും അറിയട്ടെ. അതുകൊണ്ട് സന്ധ്യ വരെ ഞാൻ ഉൾപ്പെടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, എന്റെ സൗമ്യതയെ നഷ്ടപ്പെടുത്തുന്നു എല്ലാ ശക്തികളും അധികാരവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിക്കട്ടെ. എന്റെ സൗമ്യത സകലരും അറിയട്ടെ എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ, കർത്താവേ, എന്റെ സൗമ്യത എല്ലാവരും കാണുന്നു. അതിനുവേണ്ടി ഞാൻ ഇന്ന് തന്നെ സമർപ്പിക്കാം. ഞാൻ ഇന്നായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ സക്സസ്ഫുൾ ആകുന്നു എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായാൽ പിന്നെ പിശാചിന് നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ ഡിസ്കറേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യോസേഫിന് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്, ഞാൻ ഇവിടെ എത്താൻ യോഗ്യനല്ല. എന്റെ കർത്താവിനെ ഇവിടെ വരെ കൊണ്ടുവന്നു. എന്റെ കർത്താവിനെ വരെ കൊണ്ടുവന്നു. കാരണം എന്റെ കർത്താവിനെ കൊണ്ടുവന്നു. ഒന്ന് കർത്താവിനോട് പറയാം, കുറെ കാര്യങ്ങളൊന്നും നോക്കാം. എന്തിനാണ് കർത്താവിനോട് പറയാം, കർത്താവ് അങ്ങനെ കൂടെ വരണം. ഞാൻ എവിടെ പോയാലും പ്ലീസ് കം വിത്ത് മീ. അങ്ങില്ലാത്ത ഒരു സ്ഥലത്തും, അങ്ങ് പോകാത്ത ഒരു സ്ഥലത്തും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് കൊണ്ടുപോകാത്ത ഒരു സ്ഥലത്തും ഞാൻ പോകില്ല. എന്നിട്ട് ഇത് സൗമ്യത എല്ലാവരും അറിയട്ടെ. ഞാൻ ഇന്നായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു, ദൈവഹിതത്താലാകുന്നു, ദൈവപ്രേമാലാകുന്നു എന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയുമ്പോൾ ചില പോത്തിഫറുകൾ നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് അറിയും, നമ്മൾ വ്യത്യസ്തരാകുന്നു എന്നറിയും. അതിനുവേണ്ടി സമർപ്പിക്കാമോ? എല്ലാ കലകൊണ്ടാകട്ടെ. ഇവൻ നിന്നോട് പ്രസംഗിക്കുന്നുണ്ട്, ദൈവം എന്നോട് തന്നെ പ്രസംഗിച്ചത്. അതിനെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കാം.
ഒന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ എപ്പോഴും നിൽക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് കർത്താവേ. അതുകൊണ്ട് എന്റെ സൗമ്യത എല്ലാവരും അറിയാം. വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എന്റെ സൗമ്യത എല്ലാവരും അറിയാം. നമ്മുടെ കുടുംബത്തിന്റെ മഹിമയൊക്കെ പറയും, നമ്മുടെ ശ്രേഷ്ഠതകളെല്ലാം പറയും. പക്ഷെ തിരുവചനം പറയുന്നത് അത് ജനം അറിഞ്ഞില്ലേലും പ്രശ്നമില്ല, നിന്റെ സൗമ്യത എല്ലാവരും അറിയാം. അതിനുവേണ്ടി സമർപ്പിക്കാം. കാര്യങ്ങളൊന്ന് മാറോട് ചേർത്ത് വെക്കാമോ? കർത്താവേ, let my gentleness be known to everyone. എന്റെ സൗമ്യത സകലരും അറിയട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും ആരെങ്കിലും തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ജസ്റ്റ് ഒരു പ്രസംഗമായി എടുക്കല്ലേ. Just don't treat it just as another message. No. നമ്മുടെ ഉള്ളിലേക്ക് വചനം പ്രവേശിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുക. മറക്കരുത്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. We are blessed to be a blessing. നമ്മളെ കുറിച്ച് കർത്താവിന്റെ ഉദ്ദേശം, നമ്മളെ കുറിച്ച് കർത്താവിന്റെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. അത് തടസ്സമായി നിൽക്കുന്നത് നമ്മളാണ്. യോസേഫിനെ കുറിച്ച് കർത്താവുണ്ടായിരുന്ന പർപ്പസിന് യോസേഫ് തടസ്സമായി നിന്നില്ല. ആ പർപ്പസിന് വേണ്ടി തന്നെ സമർപ്പിച്ചു. നമ്മളൊന്ന് സമർപ്പിക്കുകയാണെങ്കിൽ മാനിക്കുന്ന ദൈവം നമുക്കുണ്ട്. യോസേഫിന്റെ ദൈവം നമുക്കുണ്ട്. ആ കർത്താവിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്താം. സ്വർഗ്ഗത്തിലെ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കേട്ട വചനത്തിന് മുമ്പേ അടിയനെ ഇവിടെ ആയിരിക്കുന്നവരുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യോസേഫിന്റെ ജീവിതത്തിൽ അങ്ങ് കൊടുത്ത ആ സർട്ടിഫിക്കറ്റ്സ്, ആ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കർത്താവ് ഞങ്ങളൊരു വചനത്തിൽ കൂടെ പഠിപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കും. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോൾ വന്നത് അത് തന്നെ ഞങ്ങൾക്കൊരു സക്സസ്, അത് ഞങ്ങൾക്കൊരു വിജയമാ എന്ന് പറയത്തക്ക രീതിയിൽ ഞങ്ങളുടെ സാക്ഷ്യം, ഞങ്ങളുടെ അനുഭവം കർത്താവാക്കി തീർക്കണം. ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ എത്തിച്ച ഈ പദവി, ഞങ്ങളെ എത്തിപ്പിച്ച ഈ സ്ഥലത്ത് എപ്പോഴും സന്തോഷമുള്ളവരായി തീരുവാൻ, അതിയ പ്രസാദമുള്ളവരായി തീരുവാൻ, നന്ദിയുള്ളവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആദ്യ നടുവിലായിരിക്കുന്നവർ, ഞങ്ങളുടെ ചുറ്റിലായിരിക്കുന്നവർ, ജോലി സ്ഥലങ്ങളിലായിരിക്കുന്നവർ എല്ലാവരും കർത്താവേ, ഞങ്ങളുടെ ദൈവമുണ്ട് എന്ന് അവരറിയത്തക്ക രീതിയിൽ ഞങ്ങളുടെ സൗമ്യത അവർക്ക് കാണട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു, അടിയങ്ങൾ സമർപ്പിക്കുന്നു, ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സകലമാനവ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ കർത്താവ്. കർത്താവെ, അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരവർ അനുഗ്രഹിക്കുന്നു. ദൈവിക അനുഗ്രഹം, ദൈവിക സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കർത്താവ്. അവരാകെ കടന്നു പോകുന്ന പ്രയാസങ്ങൾ സ്വർഗം അറിയുന്നു. സ്വർഗത്തിൽ ഭൂമിക്ക് നാഥനായ ദൈവം അവരുടെ മേൽ അതിന് ദൃഷ്ടി പതിപ്പിച്ച് അവരെ സൗഖ്യമാക്കണം, വിടുവിക്കണം, അനുഗ്രഹിക്കണം. സന്തോഷത്തോടെ ഞങ്ങൾ പോകാൻ ദൈവം സഹായിക്കണം. അവർക്ക് വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണം. പ്രാർത്ഥന സ്തോത്രം യേശുക്രിസ്തു നാമത്തിൽ പിതാവേ, ആമേൻ. പിതാവേ.